ഹലോ ഗായ്സ്, അപ്പോൾ എങ്ങോട്ടേ പോണേന്നല്ലേ? ഇന്ന് നമുക്കേ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. എന്താന്ന് കാണാം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതൊക്കെ ഞാനാണ് ഈ ചെയ്ത് വെച്ചേക്കണേന്ന്. അല്ല കേട്ടാ, ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് വെട്ടണമെന്നുള്ളൂ. രണ്ടുപേരും കൂടി സർക്കിട്ടിന് എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ ജോയിനക്കുട്ടിയും ഹേഡപ്പനാണ് കേട്ടോ. ഇതാ വാഴക്കൊല വെട്ടാൻ വേണ്ടി കാണാൻ വന്നേക്കണതാണ്. ഈ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. കാരണം പറമ്പിൽ എന്തെങ്കിലുമൊക്കെ വെക്കുക ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതുണ്ടല്ലോ, ശരിക്കും എല്ലാം എൻ്റെ അപ്പച്ചൻ ചെയ്തേക്കണതാണ് കേട്ടോ. ഇവിടെ വാഴക്കണ്ണ് വെച്ചതും അതുപോലെ തന്നെ നനയ്ക്കണത്, ഇതിന് വളമിടണത്, ഈ പരിപാടികളൊക്കെ നമ്മുടെ അപ്പച്ചനാണ് ചെയ്യണത്. പക്ഷെ ഞാനിങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ അപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും മൂത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെട്ടാൻ പറയും കേട്ടോ. അപ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് ഇതാ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണത്. നമ്മൾ ഈ ജീവിക്കണതിൻ്റെ ഇടയിലേ നമ്മളുടെ സന്തോഷം കണ്ടെത്താനായിട്ട് ഒരിക്കലും മറക്കരുത് കേട്ടോ. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്നതാണ്. കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യണത്, അതുപോലെ തന്നെ കൃഷികൾ, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. പക്ഷേ അത് കണ്ടെത്തേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് മാത്രം. ഇപ്പോൾ ചിലവർ ഞാൻ പറയണേക്കാം, എന്നെ അവർ ഹാപ്പി ആക്കാനില്ല, എന്നെ ഇവർ ഹാപ്പി ആക്കാനില്ല. പക്ഷേ അവർ ഹാപ്പി ആക്കാനില്ല എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ കാര്യം? നമുക്ക് ഹാപ്പി ആയിരുന്നൂടെ? അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമ്മൾ 2 കൊല മൂത്തത് കണ്ടിട്ടാണ് കേട്ടോ ഇത് വെട്ടാൻ പോയത്. പക്ഷെ നമ്മൾ വെട്ടി വന്നപ്പോൾ മൊത്തം ഏകദേശം ഒരു 6 കൊലയുണ്ട് കേട്ടോ. 5 നേന്ത്രയും അതുപോലെ തന്നെ ഒരു ഞാലിപ്പൂവിനും കിട്ടിയിട്ടുണ്ട് നമുക്ക് മൊത്തത്തിൽ. അപ്പോൾ ഇതെന്തായാലും ഇനി കടയിൽ കൊണ്ടുപോയി കൊടുക്കണം. എത്ര കാശ് കൊടുത്ത് എത്ര നല്ല സാധനം കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കണതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം അത് വിഷം കാര്യങ്ങളൊന്നും അടിക്കാത്തതായിരിക്കും. അത് മാത്രമല്ല ഒരു ഹാപ്പി ആയിരിക്കില്ലേ, നമ്മളുടെ കൺമുന്നിൽ അത് ഉണ്ടായി, അത് വലുതായി, അതുപോലെ തന്നെ അത് പഴുക്കാറാകുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതാണ് കേട്ടോ. അപ്പോൾ കൃഷിത്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വാഴകളും വെട്ടിക്കഴിഞ്ഞു, കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി കൊല മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ബൈ ബൈ.